മമ്മൂട്ടി എനിക്ക് മമ്മൂക്കയും, മോഹൻലാൽ എനിക്ക് ലാൽ സാറുമാണ്. മാഡത്തിന്റെ സംസാര ശൈലിയൊക്കെ ഏകദേശം സത്യഭാമ ടീച്ചറിന്റെ ഒരു അങ്ങനെയൊന്നുമില്ല. സത്യഭാമ ടീച്ചർ പറഞ്ഞത് ശരിയൊന്നുമല്ല. കറുപ്പിനെന്താ കുഴപ്പം? ഞാൻ കറുത്തിട്ടല്ലേ. പീഡനം എന്ന് പറയുന്നത് ഒരു തവണയെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ രണ്ടാമത് തവണ നടന്ന അത് പീഡനമാവോ എനിക്കറിയില്ല. അത് വിത്തൗട്ട് പെർമിഷൻ അങ്ങനെ വീണ്ടും വീണ്ടും ഒരാളെ പീഡിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുടെ ഇതിന് അയച്ചു കൊടുക്കാൻ എന്ത് ചെയ്ത് സമ്മതിക്കൂല. അയ്യേ സിനിമയിലോ? അതൊക്കെ മോശമാണ്, നീ ഒന്നും അയക്കണ്ട, അങ്ങനെ അപേക്ഷിക്കൊന്നും വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അതും തടഞ്ഞു. ഹണി റോസ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വന്നു. അവർക്ക് കൊടുത്ത പൈസക്കുള്ള ജോലി അവർ ചെയ്യുന്നു, പോകുന്നു. പക്ഷെ അവരെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പോച്ച സംസാരിക്കാൻ പാടില്ല. പോച്ചെന്നല്ല, ഒരാളും സംസാരിക്കാൻ പാടില്ല. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ നിരൂപകൻ പുള്ളി ആ സിനിമയെ പറ്റിയിട്ട് റിവ്യൂ പറയുമ്പോൾ പിന്നെ ഷൈനി ടി രാജൻ, അയാൾ അങ്ങനെയാണ്, എൻ്റെ ഒഫീഷ്യൽ പേരാണ് പറഞ്ഞത്, ഷൈനി സാറാന്നുള്ളത്. ഷൈനി ടി രാജൻ അതൊരു ദാരിദ്ര്യം പിടിച്ചൊരു കഥാപാത്രം. ജയിലർ 2 രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് അല്ലേ? അതാണ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ലെറ്റ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ബിജു ബാഹുലയൻ. ഇന്ന് ഇവിടെ എന്നോട് ചാൻസ് വെച്ച് വന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഇപ്പോൾ ഷൈനിങ് സ്റ്റാറായി നിലനിൽക്കുന്ന താരമാണ് ശ്രീമതി ഷൈനി സാറ. ഈ പ്രോഗ്രാമിലേക്ക്, നമ്മളുടെ ലെറ്റ്സ് ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. ഇവിടെ ചാൻസ് വെച്ച് വന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ താങ്കൾ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ടോക്കീസാണ്. ഞാൻ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ അവിടെ ടോക്കീസാണ്, ഓല കൊണ്ട് മേഞ്ഞ തിയേറ്ററുകളുണ്ടല്ലോ അങ്ങനത്തെ. അപ്പോൾ വീട്ടിൽ എപ്പോഴും അവിടെ ഞങ്ങൾക്ക് പിള്ളേർക്ക് പൈസ കൊടുക്കണ്ട. അപ്പോൾ എപ്പോഴും തിയേറ്ററിലാണ്. ഉച്ചയ്ക്ക് മാറ്റിനി, അത് കഴിഞ്ഞിട്ടുള്ള ഷോക്ക് ഇങ്ങനെ കാണും. അപ്പോൾ ഒരു സിനിമ തന്നെ കുറേ പ്രാവശ്യം കാണും. വീട്ടിൽ കിടന്ന് അനിയത്തി ഞാനും വഴക്കുണ്ടാക്കുമ്പോൾ അമ്മ ഞങ്ങളെ ഒളിച്ചു വിടും. അപ്പം അവിടെക്കാനും പോയിരുന്നു വല്ല സിനിമയും കാണുമെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയിരുന്നിട്ട് സിനിമകൾ കാണും. അങ്ങനെ കണ്ട് സിനിമയോട് ഭയങ്കര ഭ്രാന്ത് ആയി മാറി. പിന്നെ അതിങ്ങനെ മനസ്സിലിട്ട് വളർന്ന് എപ്പോഴും ഞാൻ സിനിമകൾ കാണും. അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി കോട്ടയത്തേക്ക് അച്ഛൻ്റെ നാട്ടിലേക്ക് പോയി. ഞാൻ മാറഞ്ചേരി എന്ന് പറഞ്ഞ മലപ്പുറത്തൊരു സ്ഥലത്താണ് ജനിച്ചത്. അച്ഛൻ്റെ നാട് കോട്ടയമാണ്, കാഞ്ഞിരപ്പള്ളി. അവിടെ ചെന്നപ്പോഴും എല്ലാ ആഴ്ചയിലും സിനിമയ്ക്ക് പോകും. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു അമ്മായിയുണ്ട്, അവർ ഭയങ്കര സിനിമാ ഭ്രാന്തിയാണ്. അവരെ കൂട്ടുപിടിച്ചിട്ട് തിയേറ്ററിൽ, കാഞ്ഞിരപ്പള്ളി ബേബി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ സിനിമകൾ കണ്ട് ഞാനിങ്ങനെ മനസ്സിലാഗ്രഹിച്ചതൊരു നടിയായി മാറണമെന്നായിരുന്നു. പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പോൾ ചീത്ത കിട്ടി. അത് ഭയങ്കര എന്തോ മോശമുള്ള കാര്യമാണെന്നുള്ളൊരു സാധനം എൻ്റെ തലയ്ക്ക് അടിച്ചേൽപ്പിച്ചു. ആരാണ് അടിച്ചേൽപ്പിച്ചത്? അച്ഛൻ്റെ പെങ്ങളൊക്കെ. അടുത്ത വീട്ടിലെ ഒരു അമ്മച്ചി വന്നിട്ട് ചോദിച്ചു, ഷൈനിക്ക് ആരാവാൻ ആഗ്രഹം? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്ലേറ്റിൽ എഴുതി കാണിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സിനിമ നടീന്ന് എഴുതി. അത് കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആൻറ്റി അത് കണ്ടു. കൈ മേടിച്ച് പിടിച്ചിട്ട് വേഗം വായിച്ചിട്ട് ടീച്ചറിന് എഴുത്. അപ്പം ഞാൻ ടീച്ചറിന് എഴുതി കൊണ്ട് കാണിച്ചു. അപ്പോൾ അപ്പുറത്തുനിന്ന് വന്ന അമ്മ പോയി കഴിഞ്ഞപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു. സിനിമ പൊട്ട സ്ഥലമാണ്, അങ്ങനെ സിനിമാ നടിയാവാനൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് അങ്ങനെയാണ് കുത്തിവെച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പോഴും ഞാൻ സിനിമ അത് തന്നെ. ആ സമയത്തിനുള്ളിൽ താങ്കൾ അഡിക്റ്റ് ആയതിൽ എത്ര കുത്തിവെച്ചിട്ട് മാറിയില്ല. ആരായിരുന്നു ഒരു റോൾ മോഡൽ ആയിട്ടുള്ളൊരു നടി? റോൾ മോഡല് നമ്മൾ ചെറുപ്പം മുതലേ സിനിമ കാണുമ്പോഴേ ഓരോരുത്തരെയാണല്ലോ ഇഷ്ടം. പക്ഷെ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് അമ്മ വേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് മീന ചേച്ചിയാണ്. മീന ചേച്ചിയുടെ റോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സുകുമാരി അമ്മ. ഇവർ രണ്ടുപേരുമാണ് സത്യത്തിൽ എനിക്ക് അവർ ചെയ്ത പോലെയുള്ള വെറൈറ്റി വേഷങ്ങൾ. സുകുമാരി ചേച്ചിയൊക്കെ ഏത് വേഷവും ചെയ്യും. ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നു അഭിനയിക്കാൻ ആഗ്രഹം. സുകുമാരി ചേച്ചിയെ പോലെ വേഷം ചെറുപ്പത്തിൽ എങ്ങനെയാ സുകുമാരി ചേച്ചി? പക്ഷെ ചെറുപ്പത്തിൽ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് അപ്പം അഭിനയിക്കാൻ ആഗ്രഹമില്ല. നമ്മൾ വലുതാവുമ്പോഴല്ലേ, പഠിത്തമൊക്കെ കഴിഞ്ഞ് വലുതാവുമ്പോഴല്ലേ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുക. അപ്പോഴായിരുന്നു എനിക്ക് നടിയാവണമെന്ന് ആഗ്രഹം. പക്ഷെ അതാരും സമ്മതിച്ചു തന്നില്ല. ആദ്യമായിട്ട് ഈ ആഗ്രഹം പറഞ്ഞ സ്ഥലം എവിടെയായിരുന്നു? ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഓഡിഷൻ, അന്ന് ഏതോ ഒരു മാഗസിനിൽ നാനേലോ മറ്റുമാണ്, ഇന്ദുലേഖ എന്ന് പറഞ്ഞ ബുക്കുണ്ടല്ലോ, അത് സിനിമയാക്കുന്നു, അതിലേക്ക് നടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഇത് കണ്ടു.
അപ്പോൾ നമ്മൾ ചാൻസ് ആണല്ലോ വേഗം ഞാൻ. എത്ര വയസ്സായിരുന്നു അന്നൊരു 19 വയസ്സാണ്, 18-19. ഇളം പ്രായം. അതെ. അപ്പോൾ ഞാൻ പോയി ഫോട്ടോസൊക്കെ എടുത്ത് അന്ന് സ്റ്റുഡിയോ ഫോട്ടോ എടുക്കണം, മൊബൈലില്ലല്ലോ. എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഫ്രണ്ട്സിനെ കാണിച്ചപ്പോൾ ഇതെന്തിനാ നീ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫോട്ടോ എടുത്തിരിക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുടെ ഇതിന് അയച്ചു കൊടുക്കാൻ. എന്ത് ചെയ്ത് സമ്മതിക്കില്ല. അയ്യേ സിനിമയിലോ, അതൊക്കെ മോശമാണ്, നീ ഒന്നും അയക്കണ്ട, അങ്ങനെ അപേക്ഷിക്കൊന്നും വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അതും തടഞ്ഞു. അങ്ങനെ അവിടെയും ബ്ലോക്ക് വീണു. ആ ഓഡിഷന് ഞാൻ അപ്ലൈ ചെയ്തില്ല, ഇവരുടെ സമ്മർദ്ദം കാരണം. അപ്പോൾ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പം ഞാൻ രാജേഷ് കെ എബ്രഹാം എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ കീഴിൽ അസിസ്റ്റൻ്റായിട്ട് ഒരു പടം ചെയ്തു. 6 സുന്ദരികളുടെ കഥ എന്നായിരുന്നു പടത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ നേരത്തെ നമ്മൾ തീരുമാനിച്ചിരുന്ന ഒരു ആക്ട്രസിന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്നോട് അതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള മേലിലെ രാജശേഖർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനിക്ക് ചെയ്യാമോ ആ റോൾ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഒരു സുന്ദരി ആവാന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് ഓർത്ത്. കാരണം ചെറുപ്പം മുതലേ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു മോഹം നടക്കാതെ വന്നുകൊണ്ടാണ് ഇന്ന് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയേക്കാന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയ സമയത്ത് ഉള്ളിൽ ഇതാണ് കിടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് മേലിൽ സാർ അങ്ങനെ പറഞ്ഞപ്പോ എന്നാ ശരി ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് നരേൻ എന്ന് പറഞ്ഞ നടന്റെ ഓപ്പോസിറ്റ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഓഫീസിലെ ഓഫീസറായിട്ട് അഭിനയിച്ചു. ഷൈനി മേഡം അഭിനയം അല്ലാതെ വേറെ ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീ ജയരാജിന്റെ അസിസ്റ്റന്റായിട്ട് 5-8 സിനിമകളിൽ വർക്ക്. ശ്രീ ജയരാജ് സാർ. വേറെ എന്താ ജോലി? ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു ജോലി തരുമോയെന്ന് ചോദിച്ചിട്ട് അവിടെ പോയി നികേഷ് കുമാർ സാറിനെ പോയി കണ്ട് എന്നെ സാറ് അവിടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആക്കി. പിന്നെ അതിനുശേഷം അവിടെ തന്നെ സാറിൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായി, മേശവിളക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറായി, പിന്നെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി. അങ്ങനെ കുറേ തസ്തികകളിൽ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു എന്താവണമെന്നുള്ളത് അല്ലേ? അതെ, അഭിനയമോഹം ഉണ്ടായിരുന്നു. സത്യത്തിൽ മനസ്സിൽ അഭിനേത്രി ആവണം എന്ന് തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ വിഷനിൽ പോയി? മീഡിയയുടെ ഒരു ഭാഗമായിട്ട്, അത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ചാനലും. അപ്പൊ മീഡിയയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സന്തോഷം. അപ്പം ഞാൻ കോർഡിനേറ്റർ ആയിട്ടിരിക്കുമ്പോൾ ഒരുപാട് സിനിമാ താരങ്ങളെ വിളിച്ചു, ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവരെയൊക്കെ ഗസ്റ്റായിട്ടൊക്കെയുള്ള ഗസ്റ്റായിട്ട് വിളിക്കുന്നതും എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമായിരുന്നു. അതേസമയം ഞാൻ അസിസ്റ്റൻ്റായിട്ട് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ്, സെക്രട്ടറി അങ്ങനത്തെ തസ്തികൾ വിദേശത്തടക്കം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്തൊരു ജോബ് സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് മീഡിയയിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനേത്രിയായിട്ട്. ഇനി കൈവയ്ക്കാത്ത മേഖലയില്ലല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല. എല്ലാം ഇങ്ങനെ തൊട്ട് വെച്ച് പോയി. ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഇങ്ങനെ സാറ് പുതിയ സിനിമ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിലോ എന്ന് ഓർത്ത് വന്നതാ. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ക്ഷണിച്ചത്. താങ്ക് യു. എൻ്റെ കയ്യിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. വളരെ സന്തോഷം അത് കേട്ടതിൽ. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന്. അതെ, തീർച്ചയായും. എന്താണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്? എൻ്റെ പുതിയ പടം അറിയാമല്ലോ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, സാർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ പുതിയ പടത്തിൻ്റെ പേര് കിടന്ന പാ കണ്ടില്ല. അതിലത്തേക്കാണ് ആർട്ടിസ്റ്റിനെ വേണ്ടത്. വളരെ പുതുമയുള്ള പേരാണ്. അതെ, ന്യൂജൻ പേരാണ്, കിടന്ന പാ കണ്ടില്ല. അതിലത്തേക്കാണ് മെയിൻ ഒരു താരമായിട്ടാണ്. അപ്പോൾ ഇതിൽ താങ്കൾക്ക് ഒരു അവസരം തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പ്രയോജനം? താങ്കൾക്ക് ഞാൻ എൻ്റെ ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി ഒരുപാട് പേര് തരാറുണ്ട്, അതല്ലാതെ എനിക്ക് എന്തൊക്കെയാണ് വേറെ അല്ല, ആ ഉദ്ദേശമല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് സാമ്പത്തികപരമായിട്ട് എന്താണ് ഉദ്ദേശം? ഉദ്ദേശമല്ല, നേട്ടം. സാർ, നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സാമ്പത്തികമായ നേട്ടം എനിക്ക് ഇങ്ങോട്ടല്ലേ തരേണ്ടത്, എൻ്റെ ശമ്പളം. അത് സാറ് തരൂലേ? അത് എനിക്ക് പ്രൊഡ്യൂസർ ആയിട്ടില്ല. ഈ പാ എന്ന് പറയുന്നത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പായാണ്, വെറുതെ ഒരു കിടക്കുന്ന പായല്ല. താങ്കൾക്ക് അവസരം തരുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അതിലൊരു നേട്ടം ഉണ്ടാക്കാം? താങ്കൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായ ഒരു നേട്ടത്തെ കുറിച്ചാണോ? അതായത് ഞാൻ അങ്ങോട്ട് കാശ് തരണം അഭിനയിക്കണം. 2500 തൽക്കാലം. 2500 രൂപ ഞാൻ ഈ റോളിന് സാറിന് തരണം? അതെ. വെരി സോറി സാർ. അല്ല, ഇതൊരു
ഔപചാരികമായിട്ടുള്ളൊരു കാര്യമാണ്. 2500 രൂപ. എന്നോട് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചിട്ട് എന്നോട് ഇന്ന് വരെ ആരും കാശ് ചോദിച്ചിട്ടൊന്നുമില്ല. അല്ല, ഞാൻ 2 ലക്ഷം ഒന്നും അല്ലല്ലോ ചോദിച്ചത്, 2500 രൂപയല്ലേ തിരിച്ചു പോകാൻ. തന്നെയാണെങ്കിലും പൈസ തന്ന് അഭിനയിക്കാന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ സാർ. അല്ല, താങ്കളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സൂചിപ്പിച്ചിരുന്നു അതിനെ കുറിച്ച്. എനിക്കത് മനസ്സിലായിട്ടില്ല. ഏതാണ് സാർ അങ്ങോട്ട് പൈസ ചോദിക്കാൻ വാങ്ങിയിട്ടാണ് എന്നെ അഭിനയിപ്പിക്കാന്നുള്ള കാര്യം സാറ് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, താങ്കളെ കുറിച്ച് ഒരുപാട് ഞാൻ വാർത്തയിൽ അറിഞ്ഞു. എന്തറിഞ്ഞു? അല്ല, രജനീകാന്തിനൊക്കെ പൈസ കൊടുക്കാൻ അറിയാമല്ലോ താങ്കൾ. രജനീകാന്തിന് കൊടുത്തില്ലേ 12,500 രൂപ? പുള്ളി അത്രയും ദരിദ്രനാണ്. ഞാൻ 2,500 രൂപ ചോദിച്ചാണോ കുഴപ്പം? അത് ശരി. രജനീകാന്തിന് 12,500 രൂപ കൊടുത്തിട്ട് സാറിന്റെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിലും കൂടുതൽ കൊടുത്താൽ. അല്ല, ഒരു കാര്യം ആ ഒരു കാര്യം ഒന്ന് വെളിപ്പെടുത്താമോ എന്താണെന്നുള്ളത്? അത് താങ്കളുടെ ജ്യേഷ്ഠനായിട്ട് വരും. അങ്ങനെ ഒരാൾ ഇതുപോലെ ഓഡിഷന് വിളിച്ചതാണ്, ഓൺലൈനിലായിരുന്നു എന്ന് മാത്രം. 12,500 രൂപ അയാൾ ചോദിച്ചത് അവിടെ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡിന് വേണ്ടിയിട്ടാണ്. ഞാനപ്പോ വേറെ എന്റെ ഫ്രണ്ട്സ് വഴി അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു കാർഡില്ല തമിഴിൽ അഭിനയിക്കാൻ. എവിടെ പോയി? അങ്ങ് തമിഴ്നാട്ടിൽ പോയോ? തമിഴ്നാട്ടിൽ പോയില്ല, ഓൺലൈനിൽ വിളിക്കുകയാണ് ചെയ്തത്. ഓൺലൈനിൽ വിളിച്ചിട്ട് പൈസ ചോദിച്ചു? പൈസ ചോദിച്ചു. കൊടുത്തോ? ഞാൻ കൊടുത്തില്ല. ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല. അങ്ങനെ പൈസ കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കണ്ട. ഇത് ആളാണെന്ന് കണ്ടപ്പോഴേ തോന്നി. അങ്ങനെ പറയരുത്. രജനീകാന്തിന്റെ പടത്തിന്റെ ഡയറക്ടറോ അറിയാതെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വന്നിരുന്നിട്ട് നിങ്ങൾ ഇത്രയും രൂപ തന്നാൽ നിങ്ങൾക്ക് ഞാൻ ആർട്ടിസ്റ്റ് കാർഡ് എടുത്തു തരാം, നിങ്ങളെ ഞാൻ ഈ രജനീകാന്തിന്റെ ഭാര്യയായിട്ട് എടുത്തിരിക്കുന്നു, താങ്കളാണ് ഇത് അഭിനയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തലയിൽ ആൾതാമസമുള്ളവരത് വിശ്വസിക്കുവോ? താങ്കൾ വിശ്വസിച്ചു? ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ കൊടുത്തില്ല. താങ്കൾ പൈസ കൊടുക്കാൻ തയ്യാറായി? ആദ്യം ഞാൻ കൊടുത്തില്ല. ഫോമിന് പൈസ കൊടുത്തില്ലേ? ഇല്ല. എന്തോ എൻട്രിക്ക് വേണ്ടിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഫോമിനും ഞാൻ പൈസ കൊടുത്തിട്ടില്ല. പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് കള്ളത്തരമാണെന്നുള്ളത്. എനിക്ക് കള്ളത്തരം കണ്ട വേഗം മനസ്സിലായി. സ്വയം വിലയിരുത്താൻ പറ്റി. രജനീകാന്തിന്റെ ഭാര്യയായിട്ടൊക്കെ അല്ലേ? രജനീകാന്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ഞെട്ടി. പക്ഷെ രജനീകാന്ത് അറിയാതെ ഞാൻ എങ്ങനെ രജനീകാന്തിന്റെ ഭാര്യയാകും എന്നാണ് ഞാൻ ചിന്തിച്ചത്. മനസ്സിലായി. രജനീകാന്തിനെ വിളിച്ചു ചോദിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം ഈ പറഞ്ഞ ആളെ എനിക്കൊരു ഓഫർ ലെറ്റർ അയച്ചു തരികയാണ്. ഞാൻ താങ്കളെ രജനീകാന്തിന്റെ ഭാര്യയായിട്ട് എടുത്തിരിക്കുന്നു, 10 ലക്ഷം രൂപ ശമ്പളം, മലേഷ്യയിലെ ഷൂട്ട്, 10 ലക്ഷം. ചില്ലറ പൈസ ഒന്നും അല്ല. ശമ്പളോ? എന്റെ ശമ്പളം, അതിനകത്ത് അഭിനയിക്കുന്നതിന്റെ സാലറി. പക്ഷെ ആ ലെറ്റർ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതൊരു ഇമെയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ നടത്തുന്ന ആൾക്ക് രജനീകാന്തിന്റെ ഭാര്യയായിട്ടുള്ള റോളിലേക്ക് എന്നെ കൺഫേം ചെയ്യാൻ അയാൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചു. രജനീകാന്തോ ഇതിന്റെ ഡയറക്ടർ അറിയാതെ എങ്ങനെ എന്നെ കൺഫേം ചെയ്യാൻ പറ്റും? ആ തോട്ടിൽ നിന്നാണ് ഇതൊരു ഫ്രോഡാന്ന് എനിക്ക് മനസ്സിലായി. അതും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. ബിഗ് ബഡ്ജറ്റ് പടം ജയിലർ 2. ജയിലർ 2 രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് അല്ലേ? അതെ, അങ്ങനെ പറഞ്ഞു. സ്വപ്നം കണ്ടു? സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. തമിഴ് വേഷമുണ്ടോ? തമിഴൊക്കെ വേഷമുണ്ടോ? തമിഴ് തെരി. ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ അതിൽ വീണുപോയത്. വീണുപോയി ഉള്ള സത്യം പറഞ്ഞു. വീണുപോയി. എത്ര പൈസ? ഞാൻ പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുത്തു എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ താങ്കൾക്ക് എന്താ എത്ര ഉത്സാഹം? അല്ല, താങ്കളുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് താങ്കൾക്കും ഞാൻ തന്നേക്കുമെന്നൊരു. അല്ല, എനിക്കിവിടെ 2,500 രൂപ കിട്ടണം. കാരണം ഇപ്പൊ ഇത്രയും ഈ ക്യാമറ ഈ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചതിന് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. എന്റെ വാടക കൊടുക്കണ്ടേ? അത് കൊള്ളാം. അല്ലാതെ താങ്കളുടെ വിശേഷം അറിഞ്ഞിട്ട് എനിക്കെന്താണ് വിഷയം? താങ്കൾ ഇതിനു മുമ്പ് എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? അത് ഞാനൊന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഏത്? താങ്കൾ ഇതിനു മുമ്പ് ചെയ്ത സിനിമയുടെ പേരെന്താ? ഉള്ള പുണ്ണി ഇല്ലാത്തവൻ പട്ടിണി. അത് ലോ ബഡ്ജറ്റ് പടമായിരുന്നു. കിടന്നവാ കണ്ടില്ല, ഇച്ചിരി നല്ല ബഡ്ജറ്റാണ് പടത്തിന്. പായ്ക്ക് തന്നെ കൊടുക്കണം നല്ല പൈസ. മേടിക്കാനുള്ള കാശ് അപ്പൊ എന്റെ വാങ്ങാനാണോ താങ്കളുടെ ഉദ്ദേശം? അതാണ്. അതല്ല, നമ്മളെല്ലാരും കൂടെ ഷെയർ ഇട്ടാണ്. പ്രൊഡ്യൂസർ ഇല്ല ആക്ച്വലി ഈ പടത്തിന്. വെരി സോറി സർ, ഞാൻ പ്രൊഡ്യൂസർ ഇല്ലാത്ത സിനിമ. അല്ല, ഇത് ഫെസ്റ്റിവൽ മൂവിയാണ്. താങ്കൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ. അതുകൊണ്ട് അല്ലാതെ താങ്കൾക്ക് അങ്ങോട്ട് കാശ് തന്നിട്ട് ഈ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാൻ വ്യക്തമാക്കി കൊള്ളുന്നു. ഇനി താങ്കൾക്ക് ഹേമ കമ്മീഷനിലും പോകും. ഹേമ കമ്മീഷന് പോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പോകും. പക്ഷെ ഇതുവരെ ഈ മൊമെന്റ് വരെ എന്തായാലും അങ്ങനെ ഒരു സേഫാണ്. താങ്കൾ സേഫാണ്. ഞാൻ സേഫാണ്. അതെ, പറയത്തില്ല.
ഹേമ കമ്മീഷൻ പറയാറായിട്ടില്ല. പറയാറായിട്ടില്ല. കുറച്ചുകൂടെ അങ്ങ് അടുത്ത് വന്നിരുന്നാലേ വിഷയമാവും. വിഷയമാവും. അപ്പൊ പൈസ ചോദിച്ചെന്ന് വെച്ചാൽ ഹേമ കമ്മീഷനിൽ പറയേണ്ട കാര്യമില്ല. ഇല്ല, പൈസ തരണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണല്ലോ. അതെ. അപ്പോൾ ഒരിടത്തും പോയി പറയൂല? ഇല്ല, വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഒരു 1500 തരണം പ്ലീസ്. അല്ല, ചിരിക്കാനല്ല, വളരെ ദയനീയ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1500 രൂപ കയ്യിലില്ലാത്ത താങ്കളാണോ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ഒരു 500 രൂപ ആർക്കും കൊടുക്കാൻ മനസ്സിലാത്ത താങ്കളോട് എങ്ങനെയാണ് അവര് 12,500 രൂപ ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുക. ഞാൻ അങ്ങനെയാ. ഫ്രോഡുകൾക്കൊന്നും ഒരു നയാ പൈസ ഞാൻ കൊടുക്കത്തില്ല. എങ്ങനെയാണ് താങ്കളെ നമ്പർ അവർക്ക് കിട്ടിയത്? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലാ ഓഡിഷനും സാധാരണ ആപ്ലിക്കേഷൻ അയക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ നാട്ടിലുള്ള ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർമാരോട് ചോദിച്ചിട്ട് തട്ടിപ്പിന് നടക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും നമ്പർ സംഘടിപ്പിക്കാമല്ലോ. അതൊരു വിഷയമല്ലല്ലോ. താങ്കൾക്ക് എങ്ങനെ നമ്പർ കിട്ടിയോ അതുപോലെ തന്നെ അവർക്കും കിട്ടിക്കാണും. ഇപ്പോൾ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം കിട്ടിയെന്ന് വയ്ക്കുക, അതിൽ അത്യാവശ്യം മാദകത്വം തുളുമ്പുന്ന വേഷം വിളിച്ചു കഴിഞ്ഞാൽ പോകും? ഉറപ്പായിട്ടും പോവില്ല. ഇല്ല. നല്ലൊരു കാസ്റ്റിംഗ് ആണ്, വലിയ ബഡ്ജറ്റ് പടമാണ്, പോകത്തില്ല? ഇല്ല. എന്താണ് കാരണം? എനിക്ക് അത്തരം റോളുകൾ ചേരില്ല. ഒന്നാമത് എൻ്റെ പ്രേക്ഷകർ എന്നെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ. ഏത് പ്രേക്ഷകരാണ് താങ്കളുടെ? എന്നെ അമ്മവേഷങ്ങളിലൊക്കെ കണ്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരൊന്നും എന്നെ അങ്ങനത്തെ ഒരു റോളിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. ഏതെങ്കിലും സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഇത് 9ാമത്തെ വർഷമാണ്. 92 സിനിമകളിൽ അഭിനയിച്ചു. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടായിക്കൂടാഴികയില്ലല്ലോ. ഒരുപാട് പേര് കംപ്ലൈൻറ്റ്സ് പറയുന്നില്ലേ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുള്ളവരുണ്ട്. ഞാൻ അവരോടൊപ്പമാണ്. താങ്കളോട് അടുത്താൽ വിവരം അറിയില്ലേ? വിവരം അറിയാം. അതാണ് ഗ്യാപ്പിട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അയച്ച ബയോഡേറ്റയിൽ ഏകദേശം ഒരു 100 സിനിമകളിൽ അടുപ്പിച്ച് അഭിനയിച്ചെന്ന് പറഞ്ഞു അല്ലേ? 92 പടങ്ങളിൽ അത്രയും അഭിനയിച്ചോ? കറക്റ്റ് ആണല്ലേ? അപ്പൊ മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ പരിചയം കാണുമല്ലോ. മമ്മൂട്ടി എനിക്ക് മമ്മൂക്കയും, മോഹൻലാൽ എനിക്ക് ലാൽ സാറുമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർക്കറിയാമോ? അത് അവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മമ്മൂക്കയുടെ കൂടെ ഞാൻ 4 സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ മമ്മൂക്ക സത്യം പറഞ്ഞ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് മമ്മൂക്ക എന്ന് വിളിക്കുന്നത്. മോഹൻലാലിനെ ലാൽ സാർ എന്നാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാഹചര്യം. 3 മാസത്തോളം അദ്ദേഹത്തിൻ്റെ സെറ്റിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് അഭിനയിച്ച 12 വയസ്സുള്ളൊരു കുട്ടിയെ, അവളെ മലയാളം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ട്രാൻസ്ലേറ്ററുടെ ജോലി ഞാനാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അദ്ദേഹം ലാൽ സാറായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം ആ ഒരു സ്ഥാനത്തുള്ള ആളാണ്, ലാൽ സാറാണ്. ഏറ്റവും കൂടുതൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു നടൻ ആരായിരുന്നു ഇവർ രണ്ടുപേരിൽ കൂടുതൽ? അഭിനേതാവ് എന്നുള്ള നിലയിൽ 2 പേരും 2 പാഠപുസ്തകങ്ങളാണ് എനിക്ക്. കാരണം 2 പേരിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. ചില വേഷങ്ങൾ മമ്മൂക്ക ചെയ്യുന്നതും ലാൽ സാർ ചെയ്യുന്നതും വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ചില വേഷങ്ങൾ ചിലത് ഈ ആൾക്കേ ചേരൂ, ചിലത് ഈ ആൾക്കേ ചേരൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേരും 2 ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. നമ്മൾ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2 പേരിൽ നിന്നും പഠിക്കാനുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പഠിക്കാനൊക്കെ അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ കുറേശ്ശെ പഠിക്കുക, പറ അത്രയൊക്കെ ആയിട്ടുള്ളൂ. LKG തന്നെയാണ് ഇപ്പോഴും അഭിനയത്തിൻ്റെ കാര്യത്തിൽ. UKG പോലും ആയിട്ടില്ല. നമ്മൾ എപ്പോഴും എല്ലാ സിനിമകളും ഓരോ ക്ലാസ്സുകളാണ്. ഈ നടിമാരൊക്കെ പൊതുവെ ധാരാളികളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണ്? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? ഇല്ല, ഒരിക്കലും തോന്നിയില്ല. അതാണ്, ഞാൻ ധാരാളിയല്ല. കാരണം എനിക്ക് ധാരാളമായി പൈസ കിട്ടുന്നില്ല. ധാരാളത്തെ കാണിക്കണം. എങ്ങനെ ജീവിച്ചു പോകുന്നു? കഷ്ടമാണ്. ഞാൻ തിരിച്ച് അങ്ങോട്ട് പൈസ തരേണ്ട ഗതിയായാലും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ സാറിന്റെ പടത്തിൽ അഭിനയിക്കണമെങ്കിൽ എനിക്ക് കാശ് തന്നേ മതിയാവും. പൊതുവെ ഈ പൊതുപരിപാടിയിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോകാറുണ്ടോ? പൊതുപരിപാടികൾ എന്ന് പറഞ്ഞാൽ
എന്താ ഉദ്ദേശിക്കുന്നത്? ഫംഗ്ഷൻ ഗസ്റ്റ് ആയിട്ടൊക്കെ? ഗസ്റ്റ് ആയിട്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പോപ്പുലർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നവർ വിളിക്കും. എന്തെങ്കിലും അവരുടെ ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ പിള്ളേരുടെ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിളിക്കാറുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പോകാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യാൻ. ഇപ്പോഴും ഞാൻ ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഡോൺ ബോസ്കോ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ലഹരി വിരുദ്ധ ഒരു പരിപാടി നടത്തി. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു പ്രസംഗിക്കാൻ. അപ്പോൾ അതൊക്കെ പോയിട്ട് ഞാനിങ്ങനെ സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഈ ഇടയ്ക്ക് വിവാദങ്ങൾ തൊടുത്തുവിട്ടല്ലോ, ഈ ഇടയ്ക്ക് രജനീകാന്തിന്റെ കാര്യം. അത് താങ്കൾക്ക് ഒഫീഷ്യലി ഗുണം ചെയ്തോ അതോ ദോഷം ചെയ്തോ സിനിമാ മേഖലയിൽ? അതിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. അതായത് ഇത് ഫ്രോഡാണെന്ന് കണ്ടുപിടിച്ച് അല്ല താങ്കളല്ല, എന്നെ രജനീകാന്തിന്റെ സിനിമയിലേക്ക് വിളിച്ച ആള് ഇതൊരു ഫ്രോഡാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഞാനൊരു വീഡിയോ വെറുതെ ചെയ്തിട്ട് ഞാൻ മാലാ പാർവതി എന്ന എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തു. പുള്ളിക്കാരത്തിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടപ്പോഴാണ് ഇത് ആൾക്കാർ ശ്രദ്ധിച്ചത്. അങ്ങനെ എന്നെ ഒരുപാട് ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ഒക്കെ വിളിച്ചു. അത് പിന്നീട് അത് വലിയ ന്യൂസായി മാറി. പക്ഷെ അതിനകത്തുണ്ടായൊരു വലിയ തമാശ, നമ്മുടെ സിനിമകളുടെ PR ആയിട്ട് വർക്ക് ചെയ്യുന്ന ദിനേശ് ഉണ്ട്, ദിനേശ് ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഷൈനി എന്നെ ഒരുപാട് പേര് വിളിച്ചു, പലർക്കും ഷൈനിയുടെ പേര് പോലും അറിയില്ല, അവരൊക്കെ വേറെ പേരുകളാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ആ പേരുള്ള ഒരു നടി മലയാള സിനിമയിൽ ഇല്ലല്ലോ. അതല്ല, മഹേഷിന്റെ പ്രതികാരത്തിൽ സൺഡേ ഹോളിഡേയിൽ ആസിഫ് അലിയുടെ അമ്മയൊക്കെ ആയിട്ട് അഭിനയിച്ച നടിയാണ്, അവരുടെ പേര് ഷൈനി സാറ എന്നാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ സംഭവിച്ചൊരു വലിയ കാര്യം, കുറേ പേര് എൻ്റെ പേര് ഷൈനി സാറയാണെന്ന് തിരിച്ചറിഞ്ഞു. അതാണ് ഈ ഒരു കോൺട്രവേഴ്സിന്ന് എനിക്ക് കിട്ടിയൊരു കാര്യം. കാരണം പലർക്കും എൻ്റെ പേരറിയില്ല. സാധാരണ കാണുന്ന ആൾക്കാരും വഴിയിൽ നിന്ന് കാണുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ പടമൊക്കെ, എന്താ പേര് എന്ന് ചോദിക്കും. അപ്പൊ ഷൈനി സാറ എന്നുള്ളത് അങ്ങനെ ഒരു പേരാർക്കും അറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു ആളെ അറിയാം കുറെ പേർക്ക്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ വിവാദങ്ങൾക്കിടയിൽ സ്വന്തമായിട്ട് എന്താണ് ചിന്തിച്ചത്? ഇത് ഗുണം ചെയ്യുന്നു ചിന്തിച്ചോ? അല്ല, അങ്ങനെയല്ല. ഞാൻ കൂടുതലും ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം, ഇതുപോലത്തെ തട്ടിപ്പുകളിൽ ആരും ചെന്ന് വീഴരുത്. കാരണം ഇഷ്ടം പോലെ എനിക്ക് ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരുപാട് കോൾസ് വന്നു എനിക്ക്, ചേച്ചി എൻ്റെ നിന്ന് 2000 രൂപ പോയി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ഡയറക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ പോയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഹിന്ദിയിൽ നിന്നൊരു വെബ് സീരീസിലേക്ക് അവനെ വിളിച്ചു, 1,00,000 രൂപ അവന് സാലറി, അവൻ്റെ ഓഡിഷനും കഴിഞ്ഞ് അവനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡിന് വേണ്ടി 50,000 രൂപ അയച്ചു തരണമെന്ന്. അപ്പോൾ അവൻ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഹിന്ദിയിൽ അഭിനയിക്കണമെങ്കിൽ ആർട്ടിസ്റ്റ് കാർഡ് വേണം പോലും. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ്റെ 50,000 രൂപ കടം വാങ്ങി ഇത് അയച്ചു കൊടുത്തു. കാരണം 1,00,000 രൂപ പെർ ഡേ സാലറി കിട്ടി 50,000 രൂപ അപ്പോൾ തന്നെ കൊടുത്ത് കടം വീട്ടാലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് ആ നമ്പർ ഇന്ന് ഇവനെ വിളിക്കുകയോ ഇവൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുകയില്ല, ആ കാശ് പോയി. അങ്ങനെ ഒരുപാട് ഫ്രോഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഇത് പുറത്തു പറയാത്തത് നാണക്കേട് മൂലമാണ്. അപ്പം ഞാനിത് തുറന്നു പറഞ്ഞത്, ഇങ്ങനത്തെ ഫ്രോഡുകളിൽ പൈസ ചോദിക്കുന്ന കാസ്റ്റിംഗ് കോളുകളിൽ നിങ്ങൾ ഒരിക്കലും പൈസ കൊടുക്കരുത് എന്നൊരു കാര്യം വ്യക്തമായി പറയാനാണ് ഞാൻ ആ അവസരങ്ങൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ താങ്കളോടും എനിക്കതേ പറയാനുള്ളൂ, പൈസ അങ്ങോട്ട് തന്നിട്ട് അഭിനയിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് താങ്കളുടെ പടത്തിൽ എനിക്ക് വേഷം വേണ്ട. അല്ല, നല്ല വേഷമാണ്, ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്. താങ്ക് യു വെരി മച്ച്. എന്തുപറ്റി? ഞാൻ അഭിനയിക്കുന്നില്ല താങ്കളുടെ പടത്തിൽ. അല്ല, ഞാൻ ലക്ഷങ്ങൾ ചോദിച്ചില്ലല്ലോ. ലക്ഷം പോയിട്ട് 1 രൂപ ചോദിച്ചാൽ പോലും ഞാൻ അങ്ങോട്ട് പൈസ തന്നിട്ട് ഞാൻ അഭിനയിക്കത്തില്ല. അല്ല, അങ്ങനെ ഒരു വെല്ലുവിളി അഹങ്കാരമായിട്ടൊന്നും പറയരുത്. ഇതല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? വേറെ വർക്കുണ്ടോ? എനിക്കിപ്പോൾ എൻ്റെ ഈ വിഷുവിന് എൻ്റെ 2 പടം റിലീസുണ്ട്. ഒന്ന് മരണമാസം, ഒന്ന് ആഭ്യന്തര കുറ്റവാളി. പിന്നെ ഞാനിപ്പോൾ രാജേഷ് തലച്ചിറ സംവിധാനം ചെയ്യുന്ന കൗമുദി ചാനലിന് വേണ്ടി ചെയ്യുന്ന ടോം ആൻഡ് ജെസ്സി എന്ന് പറയുന്ന സിറ്റ്കോമിൽ എലിസബത്ത് ലാറ എന്ന് പറഞ്ഞൊരു നല്ല കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തിൽ കയറിയപ്പോൾ അഹങ്കാരം കയറി? ഒരഹങ്കാരം, ധിക്കാര മനോഭാവമായി ഇല്ല. അതാണ് ഇപ്പം ഉള്ളിൽ ഒരു കോൺഫിഡൻസ്. ഓവർ കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആണ്. കാരണം എലിസബത്ത് ലാറ വളരെ നല്ല ഒരു ക്യാരക്ടറാണ്, വളരെ ഒരു ആത്മാവുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു ക്യാരക്ടറാണ് ടോം ആൻഡ് ജെസ്സിയിലെ എലിസബത്ത് ലാറ. ഡൊറോത്തി മദാമ എന്നാണ് നാട്ടുകാർ വിളിക്കുക. അവർ കാഴ്ചയ്ക്ക് കുറച്ച് എക്സെൻട്രിക് ആണെന്ന് തോന്നുമെങ്കിലും വളരെ നല്ല മനസ്സുള്ളൊരു ലേഡിയാണ്. അഥവാ ഞാൻ പടം തുടങ്ങിയാലും താങ്കൾക്ക് ഡേറ്റ് കാണില്ല അല്ലേ?
എൻ്റെ പടത്തിൽ അതൊക്കെ ഞങ്ങളുടെ സംവിധായകൻ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയ്ക്ക് വിട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തരും. സിനിമ വന്നാൽ ഉറപ്പായിട്ടും ഡേറ്റ് അഡ്ജസ്റ്റ്. അതൊരു സുഖിപ്പീരാണോ? വാക്കിലാണ് ഞാൻ. അതൊരു സുഖിപ്പീരല്ലേ? അല്ല, ഈ സംവിധായകനെ കുറിച്ച് കുറെ പുകഴ്ത്തി പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. അല്ല, അത് അങ്ങനെയുള്ള ഞാൻ ഒരുപാട് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര ശാന്തനും സൗമ്യനുമായിട്ടുള്ള ഒരു ഡയറക്ടറുടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. അദ്ദേഹം സെറ്റിൽ സംസാരിക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം എവിടെ പോയാലും ശാന്തതയും സമാധാനമാണ്. അതെനിക്ക് ടോം ആൻഡ് ജെസ്സിയുടെ സെറ്റിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു ക്യാപ്റ്റൻ കൂളാണ് പുള്ളി. അതെ, കാം ഡയറക്ടർ. യെസ്. താങ്കളെ പോലൊരു ആർട്ടിസ്റ്റിനൊക്കെ നല്ലൊരു വേഷത്തിൽ വിളിക്കുക. പിന്നെ തീർച്ചയായിട്ടും തെറ്റിക്കാറുണ്ടോ ഡയലോഗ്സ്? അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറില്ല. കാരണം ഞങ്ങളിങ്ങനെ എഴുതി വെച്ചത് അങ്ങനെ തന്നെ പറയുന്ന ഒരു രീതിയല്ല അവിടെ. ഒരു കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊരു തിരക്കഥ ഉണ്ടാവും. പക്ഷെ അത് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യും. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ അർത്ഥം വരുന്ന, അല്ലെങ്കിൽ അതിനകത്ത് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വരുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി. അല്ലാണ്ട് എക്സാക്ട്ലി അതിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നത് പറയണമെന്നൊന്നുമില്ല. മാഡത്തിന് സീരിയലാണോ സിനിമയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ടും കംഫർട്ടബിൾ ആണ്. രണ്ടിൻ്റെ രീതിയിൽ കംഫർട്ടബിൾ ആണ്. പക്ഷെ എനിക്ക് സിനിമയെക്കാളും കുറച്ചും കൂടി വർക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്തത് ടോം ആൻഡ് ജെസ്സിയിലെ വർക്കാണ്. ചില ഡയറക്ടേഴ്സ് ചെയ്യുന്നത് ശ്രീ രാജേഷ് തലച്ചിറ ചെയ്യുന്ന പോലെയുള്ള ഒരു പാറ്റേണിലാണ്. വെളുപ്പിനെത്തേണ്ട കാര്യമില്ല, അങ്ങനെയല്ല, എടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അതൊരു കോൺഫിഡൻസിന്റെ കാര്യമാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ജയരാജ് സാറിന്റെ കൂടെയാണ് അസിസ്റ്റൻ്റായിട്ട്. സാറ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, 15 ദിവസം കൊണ്ട് 12 ദിവസം കൊണ്ട് 9 ദിവസം കൊണ്ടൊക്കെ ഒരു സിനിമ തീർക്കും. അപ്പോൾ മറ്റുള്ളവർ അതിങ്ങനെ പറയും, എങ്ങനെയാണത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? 45, 90, 75, 60 ദിവസങ്ങൾ കൊണ്ട് സിനിമ തീർക്കുന്നവരുണ്ട്. അവർ എന്നോട് അവരുടെ പടങ്ങൾ അഭിനയിക്കാൻ ചിലപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് സാറ് 15 ദിവസം കൊണ്ട് പടം തീർക്കുന്നത്? ഞാൻ പറയാറുണ്ട്, സാറിന് കൃത്യമായിട്ട് അറിയാം എന്താണ് സാറിൻ്റെ സ്ക്രീനിൽ എന്ത് വരണം എന്നുള്ളത്. ഒരു സീനിനെ പറ്റി വളരെ വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ജയരാജ് സാറ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിൽ എഡിറ്റ് ചെയ്തിട്ടാണ് സാറ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് 12 ദിവസം കൊണ്ടോ 9 ദിവസം കൊണ്ടൊക്കെ ഒരു പടം തീർക്കാൻ പറ്റും. ഇപ്പോഴത്തെ യുവതാരങ്ങളുടെ അമ്മമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, അല്ലേ? ഒരുപാട് വേഷങ്ങൾ ഷൈൻ ചെയ്തിട്ടുള്ള ആളാണ്. ആരുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്? അതായത് സ്വന്തം മോനെ പോലെ കണ്ട് അഭിനയിച്ചത് ആരാണ്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അർജുൻ അശോകൻ. ആസിഫ് അലി എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ എനിക്ക് കുറേം കൂടി കൂടുതൽ ഇങ്ങനെ ഒരു അമ്മ വൈബ് എന്ന് പറയട്ടെ, തള്ള വൈബല്ല, അമ്മ വൈബ് ഫീൽ ചെയ്തത് അർജുൻ അശോകൻ്റെ കൂടെ ജൂൺ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ്. തട്ടാശ്ശേരി കൂട്ടത്തിൽ ഞാൻ അമ്മായി ആയിട്ടായിരുന്നു, അമ്മയല്ല, അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയായിട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ് ആ പടത്തിൽ. തട്ടാശ്ശേരി കൂട്ടം കണ്ടറിയാം. അപ്പൊ എനിക്ക് അർജുൻ അശോകന്റെ അടുത്തൊരു സ്പെഷ്യൽ ഒരു മകന്റെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലീനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആസിഫ് അലി ഞങ്ങൾ രണ്ടും ഇന്ത്യ ഓഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള, പക്ഷെ ഒരേ സമയത്തല്ലായിരുന്നു. ആസിഫ് അലി വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഓഷനിൽ. അത് എനിക്ക് ഉള്ള ഒരു പുതിയ അറിവാണ്. ഇന്ത്യ ഓഷന്റെ ഒരു ചാനൽ, ഒരു എന്റർടൈൻമെന്റ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ആസിഫ് അലി സിനിമയിൽ വരുന്നതിന് മുമ്പ്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇന്ത്യ ഓഷനിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് മിസ്സായി പോയ ഒരാളാണ്. പക്ഷെ ഇന്ത്യ ഓഷനിലെ പിള്ളേര് അവൾ പറയാറുണ്ട്, ആസിഫ് അലി അന്നേ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞൊരു ക്രേസ് ഉള്ള ഒരാളായിരുന്നു. പിന്നെ കുഞ്ചാക്കോ ബോബന്റെ അമ്മയായിട്ട് ഭീമന്റെ വഴിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ അടുപ്പം അർജുൻ അശോകൻ. എനിക്ക് മനസ്സുകൊണ്ട് ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത് ഒരു അമ്മ എന്നുള്ള ഇത് ശരിക്കും ഫീൽ ചെയ്ത് ഞാൻ ചെയ്തത് ജൂണിലെ അമ്മയാണ്. ഇനി ഏത് യുവതാരത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്? എല്ലാ യുവതാരങ്ങളുടെ അമ്മയായിട്ട് അഭിനയിക്കണം. നസ്ലിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഷറഫുദ്ദീന്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ടോവിനോയുടെ അമ്മ, എല്ലാ താരങ്ങളുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോ, അങ്ങനെ ആന്റണി പെപ്പെ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരൊക്കെ അമ്മയായിട്ട് അഭിനയിച്ചാൽ കൊള്ളാം. അമ്മയോ ചേച്ചിയോ ആരായാലും കുഴപ്പമില്ല. പുതിയ കുട്ടികളിലൂടെ അഭിനയിക്കുമ്പോൾ ഒരു വൈബ് അനുഭവിക്കാറുണ്ടോ? എന്ത് വൈബാ ഉദ്ദേശിക്കുന്നത്? അതായത് മാഡത്തിന്റെ ഒരു തള്ള വൈബ് അല്ല, ചോദിച്ചതാണ്, പറയൂ. തള്ള വൈബ് എന്താന്ന് സത്യത്തിൽ ഈ പിള്ളേർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ പറയാറുണ്ട് ചില സമയങ്ങളിൽ തന്ത വൈബ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനിപ്പോ പുതിയ ജനറേഷൻ പിള്ളേരുടെ കൂടെ നസ്ലിൻ,
രജിഷ, അങ്ങനെ കുറേ പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ലിജോ മോള്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തള്ള വൈബ് എന്നുള്ള പോലെയല്ല. ഞാൻ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അവരിലൊരാളായി മാറും. അപ്പം അതുകൊണ്ട് അവരുടെ തോട്ട്സ്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്നെ അവർ മാറ്റി തള്ളയാണ് അല്ലെങ്കിൽ ആൻറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല. അവരിലൊരാളായിട്ട് തന്നെയാണ് എന്നെ കൂട്ടാറ്. അതുകൊണ്ട് നല്ല വൈബ്സാണ്, പോസിറ്റീവ് വൈബ്സാണ്. ഇപ്പൊ ഏതെങ്കിലും കുട്ടികൾ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയത്ത് എനിക്ക് പെണ്ണ് എന്തോന്ന് ഡ്രസ്സ് ഇട്ടിരിക്കണ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഉള്ളില് അത് തള്ള വൈബാണ്. അതിനാണ് തള്ള വൈബ്. എങ്കിൽ ശരി, എനിക്ക് തള്ള വൈബുണ്ട്. കാരണം ഞങ്ങള് ജനിച്ചു വളർന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഒരു ഡ്രസ്സ് ഇടുന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും പല സിറ്റുവേഷൻസ് നോക്കാതെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ധരിക്കേണ്ട ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാർട്ടിക്ക് പോകുമ്പോൾ ധരിക്കേണ്ട ഡ്രസ്സ്. പാർട്ടിക്ക് പോകുമ്പോൾ നമുക്കൊരു ഫൺ മൂഡിൽ കുറച്ചിങ്ങനെ അങ്ങനത്തെ ഡ്രസ്സ് ഇടാം. പക്ഷെ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മളൊരു വേറൊരു ഫംഗ്ഷന് പോകുമ്പം അത് തീരെ ശരിയായില്ല അല്ലേ, അങ്ങനെ തോന്നാറുണ്ട്. അത് തള്ളവയവാണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായി, ബോച്ചെ ഹണി റോസ് വിഷയം. അതിൽ മാഡം ശരിക്കും ആരുടെ പക്ഷത്താണ്? ഹണി റോസും ബോച്ചയും തമ്മിൽ ഉണ്ടായ വിഷയം എന്തായിരുന്നു? കുന്തി ദേവി. അങ്ങേര് പറഞ്ഞത് ശരിയല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. സ്ത്രീകളെ അങ്ങനെ പറ്റി അർത്ഥം വെച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഹണി റോസ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വന്നു, അവർക്ക് കൊടുത്ത പൈസക്കുള്ള ജോലി അവർ ചെയ്യുന്നു, പോകുന്നു. പക്ഷെ അവരെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ബോച്ച സംസാരിക്കാൻ പാടില്ല. ബോച്ചയെന്നല്ല, ഒരാളും സംസാരിക്കാൻ പാടില്ല, നമ്മളും പറയാൻ പാടില്ല. മാഡത്തിന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ ഒരു ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ടോ, ലഭിച്ചിട്ടുണ്ടോ? എന്നെ ബോഡി ഷേമിങ് അല്ല, ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ നിരൂപകൻ ഞാൻ അഭിനയിച്ച കൊള്ള എന്ന് പറഞ്ഞൊരു പടത്തെ പറ്റിയിട്ട് അയാൾ റിവ്യൂ ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിലുള്ള ഒരു ക്യാരക്ടറാണ്. അലൻസിയറുടെ ഭാര്യയായിട്ട് അദ്ദേഹം ഒരു കള്ളനായിട്ടാണ് അയാൾ അഭിനയിക്കുന്നത്. പ്രശാന്ത് അലക്സാണ്ടർ വേറൊരു കള്ളൻ, എൻ്റെ സഹോദരൻ. അപ്പൊ ഞങ്ങളുടെ ഫാമിലി അങ്ങനത്തെയാണ്, ഒരു ദരിദ്ര ഫാമിലിയാണ്. അതെ. അപ്പൊ പുള്ളി ആ സിനിമയെ പറ്റിയിട്ട് റിവ്യൂ പറയുമ്പോൾ പിന്നെ ഷൈനി ടി രാജൻ, അയാൾ അങ്ങനെയാണ്, എൻ്റെ ഒഫീഷ്യൽ പേരാണ് പറഞ്ഞത്, ഷൈനി സാറാന്നല്ല, ഷൈനി ടി രാജൻ. അതൊരു ദാരിദ്ര്യം പിടിച്ചൊരു കഥാപാത്രം. അങ്ങനെ പുച്ഛത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ബോഡി ഷേമിംഗ് അല്ല, പക്ഷെ ആ പറഞ്ഞ രീതി ഉണ്ടല്ലോ, നമുക്ക് കേൾക്കുമ്പോൾ ഇയാൾ എന്തിങ്ങനെ പറയുന്നത്, അത് നമ്മളായിട്ട് ചൂസ് ചെയ്യുന്നല്ലോ, നമുക്ക് വന്നൊരു ക്യാരക്ടർ അല്ലേ, എങ്ങനെ ചെയ്തു എന്നുള്ളതല്ലേ. പേഴ്സണലി കളിയാക്കിയതായിരിക്കില്ല ചിലപ്പോ, മാഡത്തിന്റെ കഥാപാത്രത്തെ പറഞ്ഞതായിരിക്കും, അതില് വിമർശിക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നിയ. കാരണം അയാൾ വേറെയും, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് രമ്യ സുരേഷ്, പുള്ളിക്കാരത്തിനെയും ഇതേ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി പക്ഷെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മളെ ദാരിദ്ര്യം പിടിച്ച ആള് അങ്ങനെ പറയാൻ പാടില്ല അല്ലേ എന്നാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേക ധൈര്യം വന്നിട്ടുണ്ടല്ലേ പ്രതികരിക്കാൻ? ഉണ്ട്. അത് വളരെ എനിക്ക് അഭിനന്ദനീയാർഹമാണ്. അത് ദോഷമായിട്ടും ബാധിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. പുരുഷന്മാര് ഒന്നും അറിഞ്ഞൂടാത്ത പുരുഷന്മാരെ. അത് ശരിയല്ല. നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ അതിൽ നല്ലതല്ലേ പ്രതികരിക്കുന്നത്. പക്ഷെ അതൊരാളെ ഇൻസൾട്ട് ചെയ്യാനോ നമ്മുടെ പ്രതികാരം തീർക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ പറയുന്നത് 100 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു, 2 വർഷം അടുപ്പിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതില് മാഡത്തിന്റെ അഭിപ്രായം എന്താ? അത് സത്യം പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പീഡനം എന്ന് പറയുന്നത് ഒരു തവണയെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ രണ്ടാമത് തവണ നടന്ന അത് പീഡനമാവോ എനിക്കറിയില്ല. അത് വിത്തൗട്ട് പെർമിഷൻ അങ്ങനെ വീണ്ടും വീണ്ടും ഒരാളെ പീഡിപ്പിക്കാൻ പറ്റുമോ? അതെനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. രക്ഷപ്പെടാനുള്ള വഴികൾ എവിടെയെങ്കിലും ഒക്കെ തുറന്നു കിടക്കുന്നുണ്ടാവില്ലേ? അപ്പോ അതിനകത്ത് എത്രത്തോളം അതൊരു വിശ്വസനീയമായ കാര്യമാണെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ പല കഥകളും ഇങ്ങനെ വരുമ്പോ മാഡത്തിന് എന്ന് പ്രതികരിക്കണമെന്നൊക്കെ തോന്നാറുണ്ടല്ലേ? ഞാന്
എന്നോട് ചോദിച്ചാൽ ഞാൻ പ്രതികരിക്കും, അല്ലാതെ അങ്ങോട്ട് കയറി അഭിപ്രായം പറഞ്ഞ് വെറുതെ വയ്യാവേലി തലയിലെടുത്ത് വെക്കാൻ എനിക്ക് താല്പര്യം. വെളുപ്പിനെതിരെ പ്രതികരിച്ച അല്ല കറുപ്പിനെതിരെ പ്രതികരിച്ച സത്യഭാമ ടീച്ചറിനെ പോലെ ഒരവസ്ഥയാവും അല്ലേ? അല്ല, മാഡത്തിന്റെ സംസാര ശൈലിയൊക്കെ ഏകദേശം സത്യഭാമ ടീച്ചറിന്റെ ഒരു അങ്ങനെയൊന്നുമില്ല. സത്യഭാമ ടീച്ചർ പറഞ്ഞത് ശരിയൊന്നുമല്ല. കറുപ്പിനെന്താ കുഴപ്പം? ഞാൻ കറുത്തിട്ടല്ലേ? എനിക്ക് എന്റെ അല്ല, മാഡത്തിന്റെ ഞാൻ പറഞ്ഞ സത്യഭാമ ടീച്ചറിനെ അനുകൂലിച്ചല്ല. മാഡത്തിന്റെ ശൈലി, സംസാര ശൈലി സത്യഭാമ ടീച്ചറുമായിട്ട് ചെറിയൊരു കണക്ഷൻ. അത് നിങ്ങൾക്ക് മാത്രമേ തോന്നുള്ളൂ, വേറെ ആരും അങ്ങനെ പറയത്തൊന്നുമില്ല. ഇല്ല. ഓരോന്ന് പറഞ്ഞ് എന്നെ പ്രകോപിപ്പിക്കാൻ ഇല്ല 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 അല്ല അല്ല അത് നടക്കൂല. ഇനി മാഡത്തിന്റെ അഭിനയ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി മാഡം ചെയ്യാൻ ആഗ്രഹം, മാഡം എന്നൊക്കെ വിളിക്കുമ്പോൾ ഇച്ചിരി സുഖം തോന്നുന്നുണ്ടല്ലേ കേൾക്കുമ്പോൾ? എന്റെ പേര് ഷൈനി സാറാന്നാണ്, എന്നെ ഷൈനി സാറാന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഷൈനി മാഡം ഇപ്പോൾ അഭിനയം തലയ്ക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം ഏതാണ്? ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇനി? എനിക്ക് സത്യത്തിൽ എനിക്ക് പിന്നെ ഞാൻ കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതാണ് എൻ്റെ സങ്കടം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ശങ്കരാടി ചേട്ടൻ, നെടുമുടി വേണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയ റോളുകളായിരുന്നു. അപ്പം അവരുടെയൊക്കെ കൂടെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ, സുമാരി ചേച്ചിയും KPS ലളിത ചേച്ചിയൊക്കെ ചെയ്ത പോലുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കത്തില്ലല്ലോ. പക്ഷെ എനിക്ക് വേറൊരു വലിയ സങ്കടമുള്ളത് ജഗതി ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അഭിനയിക്കുന്നത് നേരിൽ കണ്ടിട്ടുള്ള ആളാണ്. നായിക എന്ന് പറഞ്ഞ ജയരാജ് പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഡബ് ചെയ്യാനായിട്ട് ഡബിങ് ബൂത്തിൽ ഞാൻ ഒരു പടത്തിൻ്റെ ദ ട്രെയിൻ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അത് 3 ഭാഷകളിലായിരുന്നു. അപ്പോൾ ഹിന്ദിയും മലയാളവും ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡബിങ് രീതികളും അഭിനയിക്കാത്ത സീനിൽ പോലും, അതായത് അദ്ദേഹം ഒരു ഓപ്പോസിറ്റ് നിന്ന് സജഷനിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ശരിക്കും അഭിനയിക്കുമ്പോൾ പറയാത്ത ഡയലോഗ്സ് വരെ അപ്പോൾ ഉണ്ടാക്കി പറയും. അത്രയ്ക്ക് ഭയങ്കരമായ ബ്രില്യൻസ് ഉള്ള ഒരു ആക്ടറായിരുന്നു ജഗതി ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അഭിനയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മുഴുനീള ക്യാരക്ടർ കൽപ്പന ചേച്ചിയൊക്കെ ചെയ്ത പോലത്തെ ഒരെണ്ണം ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരിലെ ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ ഇഷ്ടം? എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം എനിക്ക്. ഏത് വേഷം ചെയ്യാനാണ് മനസ്സിലാഗ്രഹിക്കുന്നത്? എന്ത് വേഷം കിട്ടിയാലും ചെയ്യും. നേരത്തെ പറഞ്ഞ ചില വേഷങ്ങൾ ചെയ്യില്ല. അങ്ങനത്തെ വേഷം അപ്പൊ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കണം. ഇല്ലില്ല, എനിക്ക് സഭ്യമായ വസ്ത്രം ധരിച്ച് സഭ്യമായ റോളുകളിൽ ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ അഭിനയിക്കും. അതെ, നല്ല ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. എൻ്റെ പടത്തിലും കിട്ടട്ടെ. അപ്പോൾ അതിന് വേണ്ട അല്ല ഇങ്ങോട്ട് തരണം, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ മാഡത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇനിയും ഒരുപാട് സഭ്യമായിട്ടുള്ള വേഷങ്ങൾ തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എൻ്റെ പടത്തിലും അവസരം ലഭിക്കട്ടെ. പടം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞവരൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ അല്ല, പൈസ തരാനൊക്കെ ബുദ്ധിമുട്ടുള്ളേ. അപ്പോൾ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് എൻ്റെ പടം നടക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ ഒരു എപ്പിസോഡിൽ വന്ന മാഡത്തിന് ലെറ്റ്സ് ടോക്കിൻ്റെ നമ്മളെ ഈ ഷോയുടെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഭാവങ്ങൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു.